അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൊഫ മല. അബൂ ഖുബൈസ് മലയുടെ താഴ്ഭാഗത്ത് ഹജറുൽ അസ്വദിന് അഭിമുഖമായി നിൽക്കുന്ന ചെറിയൊരു മലയാണ് സൊഫ. അവിടെ നിന്നാണ് സഅയ് ആരംഭിക്കുക. തൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയത് ഈ മലയിലാണ്. അവിടുന്ന് ചോദിച്ചു, മലയുടെ ഈ ഭാഗത്ത് ഒരു കുതിരപ്പട്ടാളം നിങ്ങളെ കൊള്ളയടിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അതെ എന്നവർ ഉത്തരം നൽകി. സത്യമല്ലാതെ നിന്നെ ഞങ്ങൾ പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭയങ്കരമായ ശിക്ഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അന്നേരം അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, നാശം, ഇതിനായിരുന്നോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരുന്നത്? തത്സമയം ഖുർആനിൻ്റെ വചനങ്ങൾ ഇറങ്ങി. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ, അഥവാ അവൻ നശിക്കട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖുറൈശികളെ, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വിലക്ക് വാങ്ങുക. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വരുന്നത് തടുക്കാൻ എനിക്കു കഴിയില്ല. ഇനി മക്ക വിജയിച്ച ദിവസം ജനങ്ങൾ മക്കയിൽ ഒരുമിച്ചുകൂടി. ഇസ്ലാമിക ഉടമ്പടിക്ക് വേണ്ടിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി സൊഫയിൽ ഇരുന്നു. ആദ്യം പുരുഷന്മാരുമായി ഉടമ്പടി ചെയ്തു, ശേഷം സ്ത്രീകളുമായും. ഒരിക്കൽ സൊഫ മല സ്വർണമാക്കി കൊടുക്കാൻ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിൽ കച്ചവടാവശ്യാർത്ഥം ശൈത്യകാലത്തും ഉഷ്ണകാലത്തും പുറത്തേക്കു പോകേണ്ടി വരില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാമെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ അതെ എന്നവർ മറുപടി നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു പറഞ്ഞു, നബിയെ, തങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അവൻ പറയുന്നു, തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ സൊഫ മല സ്വർണമാക്കാം. അതിനുശേഷം ആരെങ്കിലും കാഫിറായാൽ മറ്റാർക്കും ലഭിക്കാത്ത ശിക്ഷ അവന് ലഭിക്കും. ഇനി തങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം തൗബയുടെയും അനുഗ്രഹത്തിൻ്റെയും കവാടം ഞാൻ അവർക്ക് തുറന്നു കൊടുക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗബയുടെയും അനുഗ്രഹത്തിൻ്റെയും കവാടം തുറക്കപ്പെടലാണ് ആവശ്യം. തത്സമയം അള്ളാഹുവിൻ്റെ വചനം അവതീർണമായി. സൂറത്തുൽ ഇസ്രായിലെ വമാ മനഅന അൻ നുർസില ബിൽ ആയാത്തി എന്ന് തുടങ്ങുന്ന ആയത്ത്. പൂർവികർ കളവാക്കിയ കാരണത്താലാണ് ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് നാം തടയുന്നത്. സമൂദ് ഗോത്രക്കാർക്ക് ഒട്ടകത്തെ നാം പരസ്യമായി കൊടുത്തു. അവർ അതിനെ ദ്രോഹിച്ചു. ഭയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്.